എനിക്കിവിടെ വന്ന് സംബന്ധിപ്പാനായിട്ട് എൻ്റെ ഉത്തരവാദിത്വ ബാഹുല്യം അനുവദിച്ചില്ല. എന്നാൽ ഈ ആണ്ടിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധത്താൽ ഞാൻ തന്നെ നിശ്ചയം ചെയ്തിരുന്നു. വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്തും ഈ ശുശ്രൂഷയെ ഓർത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. ഇന്ന് രാത്രി കർത്താവ് മിശിഹായിക്ക് നമ്മോട് ചിലത് അറിയിക്കുവാനുണ്ട്. കർത്താവ് നമ്മോട് ചിലത് ആവശ്യപ്പെടുവാനുണ്ട്. അത് നിങ്ങളെ അറിയിക്കുവാൻ കർത്താവ് എന്നെ ഇവിടെ നിർത്തിയത് കൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണ്. ദൈവമക്കളെ, നമുക്കിന്ന് ധ്യാനചിന്തയ്ക്കായിട്ട് ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലെ ഒരു വാക്യം വേർതിരിക്കാം. പാഠം വായിച്ചത് 90-ാമത്തെ സങ്കീർത്തനമാണ്. 90-ാമത്തെ സങ്കീർത്തനത്തിലെ 12-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ മശിഹാ തമ്പുരാനെ മനസ്സലിയണമേ. നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു നാഥ. യോഗ്യതയാൽ വന്നിരിക്കുന്നതല്ല, കൃപയാൽ അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയതത്രേ. ദൈവമേ, ഞങ്ങൾ വിനയത്തോടെ ഇരിക്കട്ടെ. നിന്റെ മക്കളോട് മനസ്സലിയണമേ. ഇന്ന് വായിച്ച വേദഭാഗത്തെ തൃക്കരങ്ങളിലേക്ക് തരുന്നു തമ്പുരാനെ. വാഴ്ത്തി നുറുക്കി വിളമ്പേണമേ. തിബരിയോസിന്റെ തീരത്ത് തിരുമുഖത്തേക്ക് നോക്കിയിരുന്ന ജനത്തെ തൃപ്തരാക്കി തിരിച്ചയച്ച നാഥ, ഈ രാത്രി ഇവിടെ വന്നവരാരും വിശന്നും ദാഹിച്ചും മടങ്ങല്ലേ. ഈ ജനത്തെ തൃപ്തരാക്കി തിരിച്ചയക്കണമേ. നിനക്കറിയാം ഈ ജനത്തിന് എന്ത് വേണ്ടു എന്ന്. അത് കൃത്യമായി ഞങ്ങൾക്ക് പകുത്തു തരണമേ. ദൈവമേ, ഞങ്ങൾ ഇരിക്കുന്ന ഈ പന്തലിന് മുകളിൽ സ്വർഗം തുറന്നു വയ്ക്കണമേ. സ്വർഗദൂതന്മാരിവിടെ ഇറങ്ങുകയും കയറുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഈ പന്തലിൽ പനിമഞ്ഞായി പെയ്തിറങ്ങണമേ. കൊടുങ്കാറ്റായി വീശി അടിക്കണമേ. തിരുവചനം തീമഴ പോലെ കത്തി ഇറങ്ങണമേ. കർത്താവേ, ഞങ്ങൾ ആത്മവിവശതയിലാകുവോളം അഭിഷേകത്തിൻ്റെ അഗ്നിമഴ പെയ്യണമേ. അവിടെ നിന്ന് നിർത്തിയത് കൊണ്ട് മാത്രം നിന്റെ ദാസനോട് നിൽക്കുന്നു തമ്പുരാനെ. അടിയനെ ആരും കാണല്ലേ അപ്പാ. എഴുന്നള്ളി അടിയൻ്റെ മുൻപിൽ നിൽക്കണമേ. അടിയൻ്റെ ശബ്ദം ആരും കേൾക്കല്ല തമ്പുരാനെ. സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യണമേ. അന്തരീക്ഷം മുഴുവനും അവിടുത്തെ നിയന്ത്രണത്തിൽ ഇരിക്കണം. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രികാലത്തെ ധ്യാനചിന്തയ്ക്കായി വായിച്ച് കേൾപ്പിച്ചത് 90-ാമത്തെ സങ്കീർത്തനത്തിലെ 12-ാമത്തെ തിരുവചനമാണ്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ്. സത്യവേദ പുസ്തകത്തിൻ്റെ മധ്യഭാഗത്ത് കുടികൊള്ളുന്ന മനോഹരമായൊരു പാട്ടുപുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. 150 ഹൃദയസ്പൃക്കായ പാട്ടുകളാണ് ഈ പാട്ടുപുസ്തകത്തിലുള്ളത്. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ, പാടുമ്പോൾ ചിലരൊക്കെ തെറ്റായിട്ട് ഉച്ചരിച്ച് കേൾക്കാറുണ്ട്. സങ്കീർത്തനം 10-ാം അധ്യായം, സങ്കീർത്തനം 20-ാം അധ്യായം എന്നൊക്കെ കേൾക്കുക. സങ്കീർത്തന പുസ്തകത്തിൽ അധ്യായങ്ങളില്ല. സങ്കീർത്തന പുസ്തകം ഒരു പാട്ടുപുസ്തകമാണ്. അതിൽ പാട്ടുകളേ ഉള്ളൂ. അപ്പോൾ 10-ാമത്തെ പാട്ട് അല്ലെങ്കിൽ 10-ാമത്തെ സങ്കീർത്തനം, 50-ാമത്തെ സങ്കീർത്തനം, 20-ാമത്തെ സങ്കീർത്തനം, ഇങ്ങനെയാണ് സങ്കീർത്തനങ്ങളെ സംബോധന ചെയ്യേണ്ടത്. സങ്കീർത്തന പുസ്തകത്തിലെ പാട്ടുകളിൽ ഭൂരിപക്ഷവും പാടിയിട്ടുള്ളത് രാജാവും കവിയും ദീർഘദർശിയുമായ ദാവീദാണ്. ദാവീദിൻ്റെ മകനായ ശലോമോൻ ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്. കോരഹപുത്രന്മാർ ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഭാഗ്യവാനായ ആസാഫ് ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഭാഗ്യവാനായ മോശയും ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്. പേര് പറഞ്ഞിട്ടില്ലാത്ത ചിലരും പാട്ടുകാരായിട്ടുണ്ട്. മോശ പാടിയ 2 സങ്കീർത്തനങ്ങളാണ് 90-ഉം 91-ഉം സങ്കീർത്തനങ്ങൾ. ഈ 2 പാട്ടുകളുടെ പ്രത്യേകത അത് വളരെ ഗഹനമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ഭൗമലോകത്തെ ജീവിതത്തിൻ്റെ നിസ്സാരത
ആയുസ്സിൻ്റെ നിസ്സാരത വരച്ചിടുകയാണ് മോശ തൻ്റെ സങ്കീർത്തനങ്ങളിലൂടെ. ഭൗമലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാരും മരിക്കാൻ ആശിക്കുന്നില്ല. ഭൗമലോകത്തിനപ്പുറത്ത് ഈ ഭൂരിപക്ഷം ജനത്തിനും കാഴ്ചയില്ല, കാഴ്ചപ്പാടുമില്ല. ഇത് തന്നെ തറവാട്, ഇത് തന്നെ കുടുംബം, ഇത് തന്നെ സ്വർഗം, ഇത് തന്നെയാണ് എൻ്റെ വാസഗേഹമെന്ന് നനച്ച് ഭൗമലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ ബന്ധിതരായി ഭൗമലോക സുഖങ്ങൾ ആസ്വദിച്ച് ഭൗമലോക സമ്പത്ത് വെട്ടിപ്പിടിച്ച് ഭൗമലോകത്ത് കൊട്ടാരങ്ങൾ കെട്ടി ഭൗമികരായി ജീവിക്കുന്ന ജഡീക മനുഷ്യനോട് മോശ പറഞ്ഞു വെക്കുകയാണ്, വ്യർത്ഥ മനുഷ്യ, ഭൗമലോകത്ത് നിന്റെ വാസം താൽക്കാലികമാണ്. നീ പാർക്കുന്ന മൺകൂടാരത്തിൽ നിന്ന് നീ പുറത്തു കടന്നു പോകും. ഈ ഭൂമിയിൽ നിന്ന് നീ ഒരു നാളിൽ വേറിട്ട് പോകും. ഈ ലോകം നിനക്ക് ശാശ്വതമല്ല. നീ അത് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും സത്യമാണ് പറഞ്ഞ വാക്ക്. ഈ ഭൗമലോകം നിനക്ക് ശാശ്വതമല്ല. ഹല്ലേലൂയ. ഒരു പക്ഷെ കേൾക്കാൻ അത്ര സുഖമില്ലാത്ത കാര്യമാണിതെങ്കിലും പരമാർത്ഥം പലപ്പോഴും പച്ചയായി പറഞ്ഞു വരുമ്പോൾ പൊള്ളലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യമായി വന്നതുകൊണ്ടാണോ, കറുപ്പ് വസ്ത്രമിട്ട് നിന്നതുകൊണ്ടാണോ, എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ നിങ്ങളുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ കഠോരമായി എന്നെ നോക്കാൻ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ എന്നെ ഇത്ര ഭീകരാവസ്ഥയിൽ നോക്കരുത്. മസിലൊക്കെ ഒന്ന് വിട്ടിട്ട് കുറേ കൂടെ ലാഘവത്വത്തോടെ നിങ്ങൾ ഇരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ടെലിവിഷൻ മീഡിയയിലൂടെ അച്ഛനെ കണ്ടപ്പോഴെല്ലാം അച്ഛൻ ഗൗരവത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന സാധനം എന്തോ ഭീകരനാണെന്ന് നനച്ചിട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തുടക്കത്തിൽ ഞാൻ 4 ഹല്ലേലൂയ പറഞ്ഞെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷവും മർത്തോമക്കാരായിട്ടും മറുപടി ഹല്ലേലൂയയായി വന്നില്ല. അല്ലേലും വയ്യ എന്നാണ് ഞാൻ കേട്ടത്. ദൈവമക്കളെ, നിങ്ങൾ ആർത്ത് പാടി ദൈവത്തെ സ്തുതിച്ചും ആനന്ദത്തോടെ ആരാധിച്ചും അത്യുന്നതന് സ്തോത്രം കരയറ്റിക്കൊണ്ട് കർത്തൃപാദപീഠത്തിൽ ഇരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, കേൾക്കാം. നമ്മുടെ ധ്യാനചിന്തയിലേക്ക് വരാം. 90-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ ഭാഗ്യവാനായ മോശ പാടിപ്പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടോ? ഞങ്ങളുടെ നാളുകളെ ഒന്ന് എണ്ണി നോക്കാൻ ദൈവമേ ഞങ്ങളെ ഉപദേശിക്കണമേ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരാരും ചിന്തിച്ചിട്ടില്ലാത്ത, ഇന്നോളം നമ്മളാരും പ്രാർത്ഥിച്ചിട്ടില്ലാത്തൊരു പ്രാർത്ഥനയാണ് മോശ പ്രാർത്ഥിച്ചു കേട്ടത്. ദൈവമേ, ഇനി എനിക്ക് മുമ്പിൽ എത്ര നാൾ ബാക്കിയുണ്ട്? ഞാനിനി എത്ര നാൾ കൂടെ ജീവിച്ചിരിക്കും? എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ തിരശീല വീഴുക? എന്നാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരിക? എപ്പോഴാണ് എൻ്റെ പടിയിറക്കം? അതൊന്ന് എണ്ണി നോക്കി അറിയാൻ കർത്താവേ നീ എന്നെ ഉപദേശിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കുക, നമ്മളൊക്കെ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്, ഇന്നും പ്രാർത്ഥിച്ചവരാണ്, ഇനിയും പ്രാർത്ഥിപ്പാനിരിക്കുന്നവരാണ്. നാം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, കൺവെൻഷൻ പന്തലുകളിൽ പ്രാർത്ഥിക്കുന്നു, രഹസ്യമായി പ്രാർത്ഥിക്കുന്നു, പരസ്യമായി പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെ ഇരുന്ന് ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനകളും ഒരു വാക്കിൽ കുരുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒരു വാക്കിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ആ വാക്ക് ഏതാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന കുരുങ്ങിക്കിടക്കുന്ന വാക്ക് അനുഗ്രഹമെന്ന വാക്കാണ്. നമ്മൾ എന്താണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് ശീലിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്? ഇത്രയൊക്കെയേ ഉള്ളൂ. കേട്ടോണം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, വസ്തുവകകളെ അനുഗ്രഹിക്കണമേ, ദൈവമേ ഞങ്ങളുടെ സമ്പത്തിനെ അനുഗ്രഹിക്കണമേ, കൃഷിയെ അനുഗ്രഹിക്കണമേ, ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹം 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 എന്നൊരു വാക്കിൽ നമ്മുടെ പ്രാർത്ഥന മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് വ്യത്യസ്തമായി വല്ലവരും പ്രാർത്ഥിച്ചെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും: കർത്താവേ, ഞങ്ങളുടെ രോഗം മാറ്റണമേ, മുന്നിലെ തടസ്സം നീക്കണമേ, ബന്ധനങ്ങളെ അഴിക്കണമേ, ഞങ്ങളുടെ പ്രയാണമാർഗത്തിൽ സുഗമമായി വഴിയൊരുക്കി തരണമേ, ഞങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തണമേ, ഞങ്ങളുടെ തലമുറകൾക്ക് മുന്നേറ്റം കൊടുക്കണമേ, വിദേശത്ത് പോകാനുള്ള തടസ്സം മാറ്റണമേ, ദൈവമേ ഞങ്ങളുടെ ബിസിനസ്സിന് നാൾക്കുനാൾ മുന്നേറ്റം തരണമേ. അനുഗ്രഹം എന്നൊരു വാക്ക് ഉച്ചരിച്ചില്ല എന്നൊരു മെച്ച
കൊല്ലം ചോദിച്ചത് ആദ്യത്തേതൊക്കെ തന്നെ വേറൊരു വേർഷനായി ചോദിച്ചെന്നേ ഉള്ളൂ. ആകെ മൊത്തം ടോട്ടൽ നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, അനുഗ്രഹം മാത്രം. ഇത് മാത്രം ആശിച്ചും ഇത് മാത്രം അന്വേഷിച്ചും ഇത് മാത്രം പ്രാർത്ഥിച്ചും അനുഗ്രഹം ആണ് ലോകത്താകെ എനിക്ക് ദൈവത്തിൽ നിന്ന് വേണ്ട ഏക സംഗതി എന്ന് നനച്ചും അന്ധത പിടിപെട്ടുപോയ ഒരു ജനം മോശയുടെ പ്രാർത്ഥന അത്രയ്ക്കങ്ങ് ദഹനത്തോടെ ഉൾക്കൊള്ളാൻ തരമില്ല. അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹമെന്ന് മാത്രം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച നമ്മെ അമ്പരപ്പിച്ചുകൊണ്ട് ഭാഗ്യവാനായ മോശ പ്രാർത്ഥിക്കുന്നു, തമ്പുരാനെ എൻ്റെ നാളുകൾ ഇനി എത്രയെന്ന് എണ്ണി നോക്കാൻ, ഇനി ഞാൻ എത്ര നാൾ കൂടെ ജീവിച്ചിരിക്കുമെന്ന് എണ്ണി നോക്കാൻ, എൻ്റെ പടിയിറക്കത്തിൻ്റെ നിമിഷം എപ്പോഴാണെന്ന് എണ്ണി നോക്കാൻ നീ എന്നെ ഒന്ന് ഉപദേശിക്കണമേ. നമ്മളുണ്ടല്ലോ ഇതിൻ്റെ എതിർവശം പ്രാർത്ഥിക്കുന്നവരാ. എന്താ? കർത്താവേ എനിക്ക് ദീർഘായുസ് തരണമേ, എൻ്റെ ജീവിത പങ്കാളിക്ക് ദീർഘായുസ് കൊടുക്കണമേ, എൻ്റെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണമേ, ഞങ്ങളുടെ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണമേ. അച്ഛനായിട്ട് 25 ആണ്ട് കഴിഞ്ഞു, 26ാമത്തെ കൊല്ലമാണിത്. ഈ ദീർഘവർഷങ്ങൾ ധാരാളം പേർ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥന തേടി വന്നിട്ടുണ്ട്. കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ വന്നിട്ടുണ്ട്, നടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. കുമാരന്മാരും ഈ യുവതീ യുവാക്കന്മാരും മധ്യവയസ്കരും വൃദ്ധതയിലെത്തിയവരും എന്തിനേറെ കിടപ്പ് രോഗികളും മുതൽ ജീവിതം അതിൻ്റെ അവസാന നിമിഷങ്ങൾ എണ്ണി ഏത് നിമിഷവും പ്രാണൻ പോകുമെന്ന നിലയിൽ അത്യാസന നിലയിൽ കിടക്കുന്ന രോഗിക്ക് വേണ്ടി വരെ അച്ഛൻ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് കൊണ്ടുവന്നാലും അങ്ങോട്ട് ചെന്ന് കണ്ടാലും ആരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും അറിഞ്ഞോ അറിയാതെയോ അച്ഛൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നൊരു വാക്കുണ്ട്, കർത്താവേ ഈ കുഞ്ഞിന് ദീർഘായുസ് കൊടുക്കണമേ, ഈ പ്രിയപ്പെട്ടവൾക്ക് ദീർഘായുസ് കൊടുക്കണമേ, ഈ പിതാവിന് മാതാവിന് ദീർഘായുസ് കൊടുക്കണമേ. മരണം കാത്തുകിടക്കുന്ന രോഗിയുടെ ശിരസിൽ കൈവയ്ക്കുമ്പോഴും നാവ് പറഞ്ഞിട്ടുണ്ട് ഈ ആൾക്ക് ദീർഘായുസ് കൊടുക്കണമേ. അങ്ങനെ ധാരാളം പേരുടെ ദീർഘായുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ദീർഘായുസിനു വേണ്ടിയും ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാൾ വരെ എനിക്കത് അത്രയ്ക്ക് അങ്ങ് നിശ്ചയം പോരായിരുന്നു. എന്നാൽ ഒരു കൊല്ലം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. സൗദി അറേബ്യയിലിരുന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. അവൻ എന്നോട് ഫോണിൽ കിട്ടിയപ്പോൾ ചോദിച്ചു, ടെലിവിഷനിലും മറ്റും പ്രസംഗിക്കുന്ന പൗലൂസ് പാറേക്കരെ അച്ഛനാണോ? ഞാൻ പറഞ്ഞു അതെ. സത്യമായിട്ടുമാണോ? അതെ. ഇവൻ ഒരു 10-20 ഹല്ലേലൂയ നോൺ സ്റ്റോപ്പായിട്ട് അങ്ങ് വിളിച്ചു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താ സുഹൃത്തെ ഇങ്ങനെ നിരന്തരം ഹല്ലേലൂയ പറയുന്നത്? അച്ഛനോട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ഉറപ്പായപ്പോൾ ഉള്ളു ത്രസിച്ചത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തുതി കരയറ്റിയതാണ്. എന്തേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോഴവൻ എന്നോട് പറഞ്ഞു, അച്ചോ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ, ഞാനൊരു ക്രിസ്ത്യാനി അല്ല. ഞാൻ ഞെട്ടി. ഞാൻ ചോദിച്ചു, പിന്നെ അച്ഛാ ഞാൻ ജന്മം കൊണ്ടൊരു ക്രിസ്ത്യാനിയല്ല. അവൻ്റെ മതം പറഞ്ഞു. അതിവിടെ പ്രസക്തമല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ജന്മം കൊണ്ടൊരു ക്രിസ്ത്യാനിയല്ലെന്നവൻ. പിന്നെ നീ എന്നെ വിളിച്ചത്? അച്ചോ ഞാൻ സൗദി അറേബ്യയിൽ ഒരു ഓയിൽ കമ്പനിയിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. 5-6 വർഷമായി ഇവിടെ വന്നിട്ട് ഞാൻ അവിവാഹിതനാണ്. എൻ്റെ കൂടെ എൻ്റെ സെയിം സ്റ്റാറ്റസിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരനുണ്ട് എനിക്ക്, അവൻ ക്രിസ്ത്യാനിയാണ്. അച്ചോ ഞങ്ങൾക്ക് 2 പേർക്കും കമ്പനി തന്നത് ഒരേ അക്കോമഡേഷനാണ്, ഒരു മുറിയിലാണ് ഞങ്ങളുടെ താമസം. അച്ചോ ഒരു 4-5 മാസം മുമ്പ് ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ താമസിക്കുന്ന മുറിയിൽ അവൻ്റെ ലാപ്ടോപ്പ് തുറന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അച്ഛൻ്റെ ഒരു പ്രസംഗമെടുത്ത് പ്ലേ ചെയ്തു. എനിക്കെന്തോ അതങ്ങ് സഹിക്കാനായില്ല. ഞാൻ പറഞ്ഞു, അച്ചോ കൂട്ടുകാരാ, ഞാനും നീയും 2 മതത്തിൽപ്പെട്ടവരാ, എങ്ങനെയാ നിന്റെ മതത്തിൻ്റെ പ്രഭാഷണം പരസ്യമായിട്ട് നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന മുറിയിൽ കേൾപ്പിക്കുക? അത് എനിക്കത്ര സന്തോഷം തരുന്നില്ല. കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, സ്നേഹിത ക്ഷമിക്കണം, എന്നെ 4-5 ആളുകൾ നിരന്തരം വിളിച്ചു പറഞ്ഞു അച്ഛൻ്റെ ഈ പ്രസംഗം കേൾക്കണം, ഇന്ന് തന്നെ കേൾക്കണമെന്ന്. എൻ്റെ കയ്യിൽ ഇയർഫോൺ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കേട്ടേനേയും. എൻ്റെ പൊന്നു കൂട്ടുകാരാ, നീ എന്നോട് ക്ഷമിക്കണം, ഇന്ന് തന്നെ കേൾക്കാൻ അനുവദിക്കണം, സമ്മതമല്ലെങ്കിൽ പൂട്ടിയേക്കാം. എനിക്ക് വഴക്കുണ്ടായി ശീലമില്ല, അവനും വഴക്കുണ്ടാക്കി ശീലമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ, നീ കേട്ടോ. കൂട്ടുകാരൻ, നാളെ ഞാൻ ഇയർഫോൺ വാങ്ങിച്ച് ബാക്കി കേട്ടുകൊള്ളാം, ഇന്ന് കുഴപ്പമില്ല, കേട്ടോ. ഞാൻ അനുവാദം കൊടുത്തു. സ്വാഭാവികമായും ഞാനും അത് കേൾക്കാനിടയായല്ലോ. അച്ചോ എനിക്ക് അന്ന് താല്പര്യമുണ്ടായിട്ടോ ആരെങ്കിലും എന്നെ വിളിച്ചു പറഞ്ഞിട്ടോ ഒന്നുമല്ല ഞാനത് കേട്ടത്. എൻ്റെ കൂട്ടുകാരനോടുള്ള സ്നേഹത്തെ പ്രതി കേട്ടതാണ്. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ പടികൾ കയറി പോകുമ്പോൾ, നിമിഷങ്ങൾ പിന്നിടുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം ആളിക്കത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഉള്ളു പിടിച്ച് ഉലയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണമുണ്ടച്ചോ, സ്നേഹിക്കുന്ന ദൈവം, പാപിയെ സ്നേഹിക്കുന്ന ദൈവം,
പാപിക്ക് വേണ്ടി പരത്തിൽ നിന്ന് പാരിലിറങ്ങിയ ദൈവം, പാപിക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി കുരിശേറിയ ദൈവം, പാപിക്ക് വേണ്ടി ശിരസ് മുതൽ പാദം വരെ പറിച്ചു കീറപ്പെട്ട ദൈവം, പാപിയുടെ പാപം ചുമലേറ്റി പ്രായശ്ചിത്തയാഗമായ ദൈവം, ഈ പാപിയെ പറുദീസയിലും സ്വർഗത്തിലും കരേറ്റുവാൻ വഴിയും വാതിലും തുറന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, വീണ്ടെടുക്കുന്ന ദൈവം, ക്ഷമിക്കുന്ന ദൈവം, അതെന്റെ ഉള്ളിനെ ഉലയ്ക്കാൻ തുടങ്ങി. അച്ചു പ്രസംഗം പൂർത്തിയായി. പ്രാർത്ഥനാ വേളയിൽ ഞാൻ കണ്ണുകൾ അടച്ചു, കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അറിയാതെ ഞാൻ വിളിച്ചുപോയി, യേശുവേ, ഞാൻ ഇപ്പോൾ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അന്ന് രാത്രി ഉറങ്ങിയില്ല. പുലരുവോളം എൻ്റെ ഉള്ളിൽ യേശു ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു, എൻ്റെ ഉള്ളിൽ ത്രസിക്കുകയായിരുന്നു. നേരം വെളുത്ത് ജോലിക്ക് പോയിട്ടും എൻ്റെ ഉള്ളിൽ യേശു നിന്ന് സംസാരിക്കുകയായിരുന്നു. വൈകുന്നേരം മുറിയിൽ മടങ്ങി വന്നു. കൂട്ടുകാരൻ കമ്പ്യൂട്ടർ തുറക്കുന്നില്ല, പ്രസംഗം സെർച്ച് ചെയ്യുന്നില്ല, പ്ലേ ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു, കൂട്ടുകാരാ, ഇന്ന് പ്രസംഗം വെക്കുന്നില്ലേ? ക്ഷമിക്കടാ എന്നോട്, ഞാൻ ഇയർഫോൺ വാങ്ങാൻ മറന്നുപോയി, അത് നാളെ ഞാൻ കേട്ടുകൊള്ളാം. അല്ല, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് ആ പ്രസംഗം കേൾക്കണമെന്നുണ്ട്. അവൻ ഞെട്ടലോടെ എന്നെ നോക്കി. എനിക്ക് കേൾക്കണമെന്നുണ്ട്. അവൻ ഉത്സാഹത്തോടെ കമ്പ്യൂട്ടർ തുറന്നു. അന്ന് രണ്ടാമത്തെ പ്രസംഗം കേട്ടു. അന്നും ഞാൻ ഒരുപാട് കരഞ്ഞു. അന്ന് ഞാൻ യേശുവേ എന്ന് പലവട്ടം വിളിച്ചു. ആ രാത്രി ഞാൻ ഉറങ്ങാതെ കർത്താവിനോട് സംസാരിച്ചു. മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം ആവർത്തിച്ചു. പിന്നെ കമ്പ്യൂട്ടർ തുറക്കുന്നതും പ്രസംഗം സെർച്ച് ചെയ്തെടുക്കുന്നതും അത് പ്ലേ ചെയ്യുന്നതും എൻ്റെ ജോലിയായി മാറി. അച്ചു കഴിഞ്ഞ 5-6 മാസം കൊണ്ട് ഇതുവരെ യൂട്യൂബിൽ കിട്ടിയ അച്ഛൻ്റെ വകയായുള്ള 26 പ്രസംഗങ്ങൾ ഞാൻ മനപ്പാഠം പഠിച്ചു. 27ാമത്തേത് എപ്പോൾ കിട്ടും? ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇതൊന്നും ഞാൻ ചെയ്തതല്ല. ഒരു പ്രസംഗം പോലും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയാനും പാടില്ല. അതുകൊണ്ട് കാത്തിരിക്കുക, മറ്റാരെങ്കിലും മറ്റൊന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ താങ്കൾക്കത് കിട്ടും. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, വെറുതെ പറഞ്ഞതല്ലച്ചു, ഞാൻ കേൾപ്പിക്കാം അച്ഛനെ. അച്ഛൻ പറഞ്ഞ ഒരു പ്രസംഗം നോൺ സ്റ്റോപ്പായിട്ട് അക്ഷരപ്രാസം തെറ്റാതെ സൗദി അറേബ്യയിലിരുന്ന ചെറുപ്പക്കാരൻ ഫോണിലൂടെ പറഞ്ഞു തുടങ്ങി. 20 മിനിറ്റ് അവൻ ഈ പ്രസംഗം യാതൊരു ഇടതടവുമില്ലാതെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. ഞാൻ പറഞ്ഞു, മോനെ, മതി, നിർത്തിക്കോ. അവൻ പറഞ്ഞു, അച്ഛൻ അറിയുമോ, എൻ്റെ ഉള്ളിൽ ഇന്ന് യേശുവുണ്ട്. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് യേശുവിനോടാണ്. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അല്ലച്ചു, കഴിഞ്ഞ 5 മാസമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കൗതുകത്തിനായി ഞാൻ ചോദിച്ചു, നീ എനിക്ക് വേണ്ടി എന്താ കുഞ്ഞെ പ്രാർത്ഥിക്കുന്നത്? അവൻ പറഞ്ഞു, എല്ലാ ദിവസവും രാത്രി പ്രസംഗം കേൾക്കും. പ്രസംഗം കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യും. ഞാൻ മുട്ടുകുത്തി നിൽക്കും, കൈ വിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ കൈ കൂപ്പി പിടിക്കും. എന്നിട്ട് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കും. ഒരേ ഒരു വാചകം, അച്ഛനു വേണ്ടി. എന്താണ്? അവൻ പറഞ്ഞു, കർത്താവേ, ഈ പുരോഹിതന് ദീർഘായുസ് കൊടുക്കണമേ. കർത്താവേ, ഈ പുരോഹിതന് ദീർഘായുസ് കൊടുക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു, എനിക്ക് മതി വരുന്നത് വരെ, ചിലപ്പോൾ 100-ഓ 150-ഓ വട്ടം ഞാൻ ആ വാചകം ആവർത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയുസ്സിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത, ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയല്ലാത്തൊരു ചെറുപ്പക്കാരൻ സൗദി അറേബ്യയിലിരുന്ന് കഴിഞ്ഞ 1.5 കൊല്ലമായി എൻ്റെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അരികത്ത് കൊണ്ടുവരുന്ന മുഴുവൻ ആളുകളുടെയും ദീർഘായുസിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പരസ്പരം ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭാഗ്യവാനായ മോശ പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നാണ്. കർത്താവേ, എൻ്റെ നാളുകളൊന്ന് എണ്ണി നോക്കാൻ, ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നെണ്ണി നോക്കാൻ, എൻ്റെ ജീവിതത്തിൻ്റെ തിരശ്ശീല വീഴുന്നത് എപ്പോഴെന്ന് എണ്ണി നോക്കാൻ നീ എന്നെ ഉപദേശിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന വളരെ ആഴമേറിയ ധ്യാനചിന്തയിലേക്ക് എന്നെയും നിങ്ങളെയും നയിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഇനി എനിക്ക് എത്ര നാൾ മിച്ചമുണ്ടാവോ? എപ്പോഴാണ് ഈ ജീവിതം തീർന്നു പോവുക? ഈ രാത്രി പുലരും വരെ ഞാൻ ജീവിച്ചിരിക്കുമോ? നിശ്ചയമില്ലല്ലോ. നാളെ പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യന്റെ ശോഭ എൻ്റെ കണ്ണുകൾ കാണുമോ? ഈ രാത്രി പുലരും വരെ ഞാൻ ജീവിച്ചിരിക്കുമോ? വേണ്ട, ഈ പ്രസംഗം പറഞ്ഞു തീരുന്നത് വരെ പ്രസംഗ പീഠത്തിന്റെ പിന്നിൽ ഞാൻ നിന്ന് സംസാരിക്കുമോ? ഈ പ്രസംഗം കേട്ട് തീരുന്നത് വരെ കസേരയിൽ നിങ്ങൾ ഇരിക്കുമോ? നിശ്ചയമില്ല പ്രിയപ്പെട്ടവരെ, നിശ്ചയമില്ല. ഏത് നിമിഷത്തിലും ഈ ജീവിതത്തിൽ നിന്നൊരു കടന്നുപോക്ക് സംഭവിച്ചേക്കാം. ആമേൻ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് എനിക്ക് എത്ര നാൾ? അപ്പോൾ തന്നെ ഞാൻ എന്നോട് ചോദിക്കേണ്ട വളരെ മനോഹരമായ മറ്റൊരു ചോദ്യമുണ്ട്. ഇത്രയും നാൾ ഈ ലോകത്ത് ഞാനൊരു മനുഷ്യനായി ജീവിച്ചിട്ട് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ ഉളവാക്കി, ഊനം തട്ടാതെ ഭൂമിയിൽ പിറക്കുമാറാക്കി, ഇന്ന് കാണുന്ന നിലകളിൽ എന്നെ വളർത്തി വലുതാക്കി, ഈ ദിവസം ഈ നിമിഷം വരെ എന്നെ
കാത്തുപരിപാലിച്ച സർവശക്തനായ എൻ്റെ കർത്താവിന് എന്നെ കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? അപ്പോൾ തന്നെ ഞാൻ എന്നോട് ചോദിക്കണം, വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഉദരത്തിൽ പേറി അത്യന്തം വേദന സഹിച്ചെന്നെ നൊന്ത് പ്രസവിച്ച് നെഞ്ചിലെ പാലൂറ്റി തന്ന് തൻ്റെ ജീവൻ എനിക്ക് പകർത്തു തന്ന് എന്നെ വളർത്തി വലുതാക്കി ഈ കാണുന്ന നിലയിൽ എന്നെ എത്തിച്ച എൻ്റെ പെറ്റമ്മയ്ക്ക് എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? എന്നെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി ഇന്ന് കാണുന്ന നിലയിലെത്തിക്കാൻ തൻ്റെ ജീവിതം ഹോമിച്ച് ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ തന്നെ അകാല വാർദ്ധക്യം പിടിപെട്ടുപോയ, ആരോഗ്യം ശോഷിച്ചും ക്ഷയിച്ചും പോയ എന്നെ ജനിപ്പിച്ച് വളർത്തിയ എൻ്റെ അപ്പന് എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? നാളുകൾക്കപ്പുറം ജനിച്ചു വളർന്ന വീടും നാടും വിട്ട് എൻ്റെ കൂടെ ജീവിച്ച് എന്നെ സഹിക്കാൻ ഇറങ്ങിത്തിരിച്ച എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? ഈ ഭൂമിയിൽ ഇത്ര നാൾ ഞാൻ ജീവിച്ചിട്ട് എന്നെ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുണ്ടായി? ഇനി എനിക്ക് എത്ര നാൾ ബാക്കിയുണ്ടാവോ? ഞാൻ ഇനി എത്ര നാൾ കൂടെ ജീവിച്ചിരിക്കും? ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ഹല്ലേലൂയ! ഇനി നമുക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. തർക്കിച്ചിട്ട് കാര്യമില്ല, അതൊരു സത്യമാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് മുമ്പിൽ സമയം വളരെ, പറയാൻ വിഷമമുണ്ടെന്നറിയാം, നിങ്ങളത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അറിയാം. പറയാതിരിക്കുന്നവർക്കാണ് വേഗത്തിൽ ടിക്കറ്റ് കിട്ടുക. പറഞ്ഞാൽ ഒരു പക്ഷേ അല്പം കൂടെ സാവകാശമാകും. പറയുന്നതല്ലേ നല്ലത്. ഇനി എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ടിക്കറ്റ് വേഗം വരുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പറഞ്ഞതാണ് ഈ കേട്ടത്. ഹല്ലേലൂയ! ദൈവമക്കളെ, തിരിച്ചറിവ്, ഇനി എനിക്ക് മുമ്പിൽ സമയം വളരെ, ആമേൻ. മരണത്തെ ആരോ വിളിച്ച മനോഹരമായൊരു പേരുണ്ടല്ലോ, ഔചിത്യബോധമില്ലാത്ത കോമാളി. ആരാണ് അങ്ങനെ മരണത്തെ വിളിച്ചതെങ്കിലും അവാർഡ് കൊടുക്കേണ്ട വിളിയാണത്. എത്ര കൃത്യമായിട്ടാണ് ആ പേരിട്ടത്, ഔചിത്യബോധമില്ലാത്ത കോമാളി. സത്യമാണ് പ്രിയപ്പെട്ടവരെ, സത്യമാണ് ഈ പറഞ്ഞത്. കേൾക്കൊരു സംഭവം. ഒരു കുടുംബം, 5 ആൺമക്കളുടെ അമ്മ, സാമാന്യം നല്ല ധനസ്ഥിതിയുണ്ട്. മക്കൾക്ക് അമ്മ എന്ന് വെച്ചാൽ പ്രാണനാണ്, അമ്മയ്ക്ക് മക്കളും. അമ്മയുടെ 75-ാമത്തെ വയസ്സിൽ 10 കൊല്ലം മുമ്പ് സ്ട്രോക്ക് വന്ന അമ്മയുടെ ശരീരം തളർന്ന അമ്മ കിടപ്പിലായി. മക്കൾ എന്ത് വില കൊടുത്തും അമ്മയെ ചികിത്സിക്കാൻ തയ്യാറായി. അലോപ്പതിക്ക് ആയിരങ്ങളല്ല ലക്ഷങ്ങൾ മുടക്കി. പക്ഷേ അവസാനം അവർ പറഞ്ഞു സോറി. ആയുർവേദത്തിന് ലക്ഷങ്ങൾ മുടക്കി, അവർ പറഞ്ഞു സോറി. ഹോമിയോയും യൂനാനിയും നാട്ടുവൈദ്യവും ചികിത്സിച്ചു, എണ്ണത്തോണിയിൽ കിടത്തി. പക്ഷേ എല്ലാവരും പറഞ്ഞു സോറി. 5 കൊല്ലം കൊണ്ട് ചികിത്സകരെല്ലാം സോറി പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി താൻ ഇനി എഴുന്നേൽക്കില്ലെന്ന്. അമ്മ മക്കളോട് പറഞ്ഞു, മക്കളെ, ഇനി എന്നെ ചികിത്സിക്കേണ്ട. അമ്മയുടെ തലയ്ക്ക് ജീവനുണ്ട്, സംസാരശേഷിയുണ്ട്, കഴുത്തിന് കീഴോട്ട് ചലനമില്ല, കിടന്ന കിടപ്പിൽ തളർന്നു കിടക്കുകയാണ്, ഇനി എന്നെ ചികിത്സിക്കേണ്ട. അന്ന് മുതൽ ഈ അമ്മ പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ, ഞാൻ മടുത്തു, ഇനി എനിക്ക് മതി, 80 വയസ്സായി, എനിക്ക് ഭൂമി വിട്ടു പോകാൻ എനിക്കിനി ഒരു താമസവും വേണ്ട. മരണദൂതൻ